അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്കും സ്വപ്നത്തിൽ കാണേണ്ടേ? ഇൻഷാ അല്ലാഹ് മഹാനായ ഹസൻ ഷദ്ദാദ് റളിയല്ലാഹു അൻഹു നമുക്ക് അതിനുള്ള മാർഗവും കാണിച്ചു തന്നിട്ടുണ്ട്. നിരവധി തവണ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതുമാണ്. ഇതുപോലെ ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കുന്നതാണ്. മഹാനവറുകൾ ഇത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആ മഹാനവറുകൾ പഠിപ്പിച്ചത് നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ്. സൂറത്തുൽ മുസമ്മിൽ. മുസമ്മിൽ സൂറത്ത് ഏറ്റവും ചെറിയ സൂറത്താണ്. 29 ആയത്തുകളെ മാത്രം അതിലുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തു നോക്കൂ. ഓതേണ്ടത് 41 തവണയാണ്. 41 തവണ സൂറത്തുൽ മുസമ്മിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടവും സന്തോഷവുമാണ് നമുക്ക് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരായ മാർഗ്ഗം കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിത്യജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മളുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന സമയത്ത് വരെയും ഉമ്മത്തി എന്നും പറഞ്ഞാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ആ നബിയെ നമ്മൾ പ്രിയം വയ്ക്കണം. ആ നബിയോടായിരിക്കണം നമ്മുടെ മുഹബത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ.